ഇതെങ്ങനുണ്ട്? ഹായ് വെള്ളച്ചാട്ടം കൊള്ളാല. ഇതെവിടെയാ? എടി ഇവിടുന്ന് 10-12 കിലോമീറ്ററേ ഉള്ളൂ. അത്രേ ഉള്ളൂ? എന്നാ നമുക്ക് പോവാടാ പ്ലീസ്. എടി എവിടെ പോകുന്ന കാര്യ പറയുന്നത്? എടി തൊട്ടപ്പുറത്ത് 10-12 കിലോമീറ്ററേ ഉള്ളൂ ഒരു വാട്ടർഫോൾസ്. നമുക്ക് അവിടെ പോയല്ലേ? പോവാ. അതെ ഞങ്ങളും കുറെ ഇതുപോലെ പ്ലാൻ ചെയ്യുന്നു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നു ടീനെ, ഇങ്ങനെ ചുമ്മാ പ്ലാൻ ചെയ്തിട്ട് 3DC അടിച്ചിടക്ക് വീട്ടിൽ ഇരിക്കും. പ്ലാൻ ചെയ്ത് അപ്പൊ തന്നെ പോണം, വേറെ മുടക്കം പറഞ്ഞോണ്ടിരിക്കാതെ. എന്താളിയാ ഒരു പ്ലാനിങ് ഒക്കെ? എടി ഒരു ട്രിപ്പ് പോകുന്ന കാര്യം ഒരു പ്ലാൻ ചെയ്തത്. അളിയോ എന്നെ കൂടെ കൊണ്ടുപോയി. ഞാനാണെങ്കിൽ മൈൻഡൊക്കെ ഡാർക്ക് അടിച്ചിരിക്കുന്ന ആളെ. എനിക്കാണെങ്കിൽ എവിടെങ്കിലും ഒന്ന് പോയ ഒന്ന് സെറ്റ് ആവും മൈൻഡ്. എന്റെ പൊന്ന് സെല്ലിനെ ഇവളുമാർക്ക് പ്രാന്താണ്. അവളുമാര് പ്ലാനിങ് മാത്രം നടക്കാനൊന്നും പോലെ ചുമ്പരി. ഒന്ന് പോയടീനെ. എടി നിനക്ക് ഒരാഗ്രഹം ഉണ്ടോ? നിനക്കുണ്ടോ ആഗ്രഹം? എനിക്കും ഉണ്ട്. നമ്മള് പോകുന്നു. ഓക്കെ. അല്ല നീ വരുന്നുണ്ടോ? അല്ല എനിക്കൊരു 100 വട്ടം പണിയുള്ളതാണ്. അപ്പൊ എനിക്കൊരു 100 വട്ടം പണിയുണ്ടെന്ന്. പിന്നെ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കും. ഞങ്ങള് പോകുന്നു എന്തായാലും. എടി ആ സ്റ്റെഫിയും ചാരും ഇവിടെ ഇല്ലല്ലോ, അവരോടെ വന്നിട്ട്. അല്ല നീ എന്താ അവരുണ്ടെങ്കിലേ വരത്തുള്ളൂ? അതല്ല, അവരില്ലെങ്കിൽ ഓളം ഉണ്ടാവില്ല. അവിടുത്തെ വെള്ളത്തിന് നല്ല ഓളമുണ്ട്. ഞങ്ങൾ അവിടെ പോയി കുളിച്ചോളാം. എടി നീ ശരി കാര്യം ചെയ്, നീ അവരെ വിളി. ഹലോ എടി നിങ്ങൾ എവിടെയാ? ഏത് ഹോസ്പിറ്റല്? അതെ ഞങ്ങളിവിടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടി. ഹലോ ചാരു. എടി ഞാൻ ജെനിയ. അതെ ഞങ്ങള് ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ കുറച്ച് ദൂരമേ ഉള്ളൂ, 10-12 കിലോമീറ്റർ ഉള്ളൂ. ഒരു വാട്ടർഫോൾസ് ഉണ്ട്. നമ്മളെല്ലാരും ഉണ്ട്. അല്ല നിങ്ങളും വരികയാണെങ്കിൽ പോവായിരുന്നടി. ആണോ? ഓ ശരി. ടീനെ കൊണ്ടുപോട്ടെ? ശരി. ആടി ഓക്കെ സെറ്റ്. ഓക്കെ ശരി. ബൈ. ഏയ് സ്റ്റെഫിയുടെ പല്ലെടുക്കാൻ വേണ്ടി എന്തെങ്കിലും ആശുപത്രിക്കാണ് ചാരു അവരും കൂടെ. വരാൻ ലേറ്റ് ആവും. നമ്മൾ പോയി പൊളിച്ചിട്ട് വരാൻ അവള് പറഞ്ഞിട്ടുണ്ട്. പോവാ. അല്ല പോവാ. അല്ല ഇപ്പൊ നിനക്ക് വേറെ വർക്കൊന്നുമില്ലേ? അല്ല അത് പിന്നെ വന്നിട്ടായാലും ചെയ്യാലോ. തീരുമാനിച്ച് കഴിഞ്ഞല്ലോ. അപ്പം 1 2 3 4. ഓക്കെ ശരി. നമ്മുടെ അമ്മാവനും കൂടെ വിളിച്ചാലോ? നമ്മള് പെമ്പിള്ളേര് മാത്രം പോകുമ്പോ ഒരു അമ്മാവനും കൂടെ എനിക്ക് സേഫ്റ്റി ആണല്ലോ. ധൈര്യത്തിൽ എന്നെങ്കിൽ അമ്മാവനോട് വിളിക്കാം. അമ്മായി കുറച്ച് അടിച്ചൊക്കെ പൊളിക്കാമല്ലോ. വാട്ടർഫോൾസ് അല്ലേ, വിളിക്കട്ടെ. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരട്ടെ, വെള്ളത്തിലേക്ക് ഇറങ്ങണ്ടല്ലേ? ഞാൻ ഓൾറെഡി കുളിച്ചിരിക്കുക. ഈ ഡ്രസ്സിൽ തന്നെ വരാം. എനിക്ക് എന്തായാലും ഡ്രസ്സ് മാറ്റണം. നിങ്ങൾ പെട്ടെന്ന് എനിക്ക് പോണം. ഇത് മാറിയാണ് അങ്ങോട്ട്. അപ്പൊ ഞാൻ എഴുന്നടി ഫോൺ. എന്റെ അമ്മ പെട്ടെന്ന് വരണേ. എനിക്ക് വരുന്നതിനുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ മാഡം അറിഞ്ഞാൽ അത് വിഷയമാവൂലേ? അതെന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ പോരേ? അയ്യടാ പൊടിച്ച് നീ കൊള്ളാലാടി. എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ട് മാഡം അത് കണ്ടുപിടിക്കണം. അതോടുകൂടി എൻ്റെ ജോലി പോകണം അല്ലേ? അപ്പൊ എൻ്റെ കഞ്ഞി പാറ്റയിടാൻ തന്നെ തീരുമാനം എല്ലാവരും കൂടി. അല്ല അമ്മ അപ്പൊ ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാലോ മാഡത്തോട്? എന്തോന്ന് ട്രിപ്പ് പോകണമെന്നാ? അല്ല എന്റെ പൊന്ന് സിലിന് ഞാൻ ഒരു കാര്യം ചെയ്യടാ. അമ്മ നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം ഇങ്ങി വരണതാണ്. അത് 1 ഡേ ട്രിപ്പാണ്. മാഡത്തിന്റെ അടുത്ത് കാര്യം പറ. പിള്ളേരെ സേഫ്റ്റി കേട്ട് അമ്മാവും കൂടെ വരാണെന്ന് പറ. മാഡം എന്തായാലും സമ്മതിക്കും. വിളിച്ചു പറ. അത് കറക്റ്റ് ഐഡിയ ആണ്. ചോദിച്ചു നോക്കാല്ലേ? ചോദിക്കാം. വിളിക്കാം മാഡത്തെ. വലിയ ഗ്യാരണ്ടി ഒന്നുമില്ല, ഞാൻ വിളിക്കാം. നീ സമ്മതിക്കണേ. അമ്മയ്ക്കും സമ്മതിച്ച വെടി വെച്ച പോലെ വെടി വെക്കും. ഹലോ മാഡം, ജയനാണേ. അതെ ഇവിടെ പിള്ളേരെല്ലാം കൂടി വെള്ളച്ചാട്ടം കാണാൻ പോണെന്ന്. ഇന്ന് ഓ അപ്പോഴ് ശരി മാഡം. ഓക്കെ ശരി മാഡം വയ്ക്കണേ. അതെ ഞാൻ അങ്ങോട്ട് പറയണതിന് മുമ്പ് മാഡം ഇങ്ങോട്ട് പറയാണ്. പിള്ളേരെ ഒറ്റയ്ക്ക് വിടണ്ട, കാലം കെട്ട് കിടക്കാണ്. നീയും കൂടെ പോയിട്ട് സുരക്ഷിതമായിട്ട് കൂട്ടിട്ട് വന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞേ മാഡം സമ്മതിക്കുമെന്ന്. മാഡം ഒരു പാവല്ലേ. ഇനി നമുക്ക് മനസ്സമാനത്തോട് പോവാം. അല്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു കിടുകിടും. അതെ. അമ്മാവാ റെഡി. അമ്മ ഈ വേഷത്തിലാണോ വരാൻ പോണേ?
പിന്നെന്താ ഇത് പോരെ? വെള്ളത്തിൽ ചാടാല്ലേ? ഇപ്പൊ നല്ല സമയം, നല്ല കാലമാണ്. രാഹുകാലം. ഏ, നോക്കിക്കോ. എന്റെ പൊന്നി കിട്ടില്ല. അത് തന്നെ. അളിയാ വന്നിറങ്ങിയിട്ടുണ്ട് അളിയാ. വെള്ളത്തിൽ കിടന്ന് എൻജോയ് ചെയ്യാനാണ്. അങ്ങനെയല്ല, ഒരു സൈഡിൽ നിന്ന് കുളിക്കണമെന്ന്. ഓ പിന്നെ ഒരു കാര്യം, ബക്കറ്റും മറ്റേ ഇതും കൂടെ കൊണ്ടുപോവാ. കോരി കുളിച്ച് കുളിക്കാൻ. കൂടെ ഉള്ള ആരെയായിരിക്കും? ഇനി അവൾമാര് തന്തവല്ലായിരിക്കും. ഷേ തന്തയാവാൻ ചാൻസ് ഇല്ല. അതേതോ വേട്ടവാളിയനെ. പയ്യന്മാരൊക്കെ നിൽക്കാണ്, നോക്കി കണ്ടു കുളിക്കണം കേട്ടോ. ഒത്തിരി കടുത്തുപോയി. ആവേശം കാണിക്കല്ലേ. സൂക്ഷിക്കണേ. ഓ, നമ്മളടുത്താണ് അതൊക്കെ പറയണത്. അമ്മ, നമ്മൾ ആടുണ്ടോ നോക്കിട്ട് വരാം. സൂക്ഷിക്കാൻ. നല്ല ആഴമുണ്ടോ അമ്മ? ആഴമൊക്കെ കുറച്ച് സാധാരണ മകളെ കുളിക്ക്. എൻജോയ് എൻജോയ്. എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ. കൊള്ളാം അല്ലേ? സൂക്ഷിച്ചോ. വെള്ളം കണ്ടൊരു ആകാംക്ഷയാണ്. ഒരുപാട് അങ്ങ് പോണ്ട. അളിയാ ഡ്രസ്സൊക്കെ ഊരി തുടങ്ങി അളിയാ. ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ഇതുകൂടി ഇറങ്ങി പോയാലോ? വെള്ളമില്ലടാ, പാൻ്റൊക്കെ തന്നെ. എനിക്കിവിടെ എന്നിട്ട് കാണാൻ പറ്റില്ല. എന്താ കണ്ണ് കാണും? ഇനി കണ്ണി ദൂരെ കാഴ്ചയോളുണ്ട്. അളിയ ആ കളവൻ നമ്മളെ തന്നെ നോക്കണം. ആ കിളവൻ്റെ ഒക്കെ ഒരു യോഗം. 3-4 ചരക്കുകളും. അയാളെ തലയെ വരച്ചത് എൻ്റെ ചന്തി വരച്ചിരുന്നെങ്കിൽ. അളിയ ആ കളവൻ എന്താ പറഞ്ഞു? മാമൻ വന്നു. മക്കളെ, നിങ്ങൾ ഇതുവരെ പെമ്പിളേരെ കണ്ടിട്ടില്ലേ? മാമ കണ്ടിട്ടുണ്ട്. അല്ല, നിങ്ങളെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ പെമ്പിളേർ ഇതുവരെ കാണാത്ത പോലാണല്ലോ നോക്കണത്. ഇതുപോലത്തെ സാധനങ്ങൾ വന്നിരുന്ന നമ്മളിവിടെ ഇരുന്ന് പോകും മാമ. എന്തോന്ന്? ഇതുപോലത്തെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരുന്ന് പോകും. കൊള്ളാം കേട്ടോ, നല്ല പഠിത്തം. മാമ പഠിത്തം കൂടി പെയ്ത്തു പൂരം. ആ, ഇതാര് നിങ്ങളെ മക്കളാ? എൻ്റെ മക്കളൊന്നുമല്ല, പിന്നെ എൻ്റെ മക്കളെ പോലെയാണ്. ഓ, അപ്പം മക്കളല്ല, മക്കളെ പോലെ. ആരായിട്ട് വരും? എന്തടാ, അവരുടെ അമ്മാവനാണ് ഞാൻ. അളിയ അമ്മാവനാണെന്ന്. ഇതാണ് അമ്മാവൻ. എന്ത് മക്കളെ? നമുക്ക് മറ്റേ കാര്യം ചോദിച്ചാലോ? കിട്ടുമോ ചോദിച്ചാലോ? ചോദിക്കാൻ വാ. അമ്മാവാ. എന്ത്? പിന്നെ ആ, കിട്ടൂ? എന്ത് കിട്ടുമെന്ന്? അല്ല, 3-4 ഉണ്ടല്ലോ, നമുക്കും കൂടെ ഒരെണ്ണം സെറ്റാക്കിത്താ. കൊച്ചി കള്ളം സുഖിക്കല്ലേ? മാമ ഒരെണ്ണം ഒന്ന് മതി. നമ്മൾ കാട് വരെ അങ്ങോട്ട് കിടപ്പൊക്കോളാം. ഒരെണ്ണം പ്ലീസ് മാമ. മാമ മാമ ഒരെണ്ണം. അറിയില്ലടാ. മാമ പിണങ്ങി പോണ ഒറ്റയ്ക്ക് കൊണ്ടുവച്ച് ചോദിക്കാനുള്ള മാപ്പാണ്. അമ്മ നമുക്കും കൂടെ ഒരെണ്ണം. ഒരെണ്ണം.
നിക്കോളെ ഞാൻ ചെരിപ്പിട്ടോട്ടെ. എടി അളിയാ അവന്മാരാര് അറിയില്ലടാ. അമ്മാവനായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ആണോ? ഛേ, പോലെ മാമ. പ്രശ്നം എന്ത് പ്രശ്നം? മക്കളെ എന്തോ മാമ പ്രശ്നം? അവന്മാരെ എന്നെ നിങ്ങളെയും കുറിച്ച് മോശമായിട്ട് സംസാരിച്ച് അത് കേട്ടപ്പോ മുതലേ കയ്യും കാലും ഒന്നും ഓടണില്ല മക്കളെ. അവന്മാരെന്ത് പറഞ്ഞേ? ഒരു അനാവശ്യം പറഞ്ഞു. എന്ത് പറഞ്ഞു അവന്മാര്? അത് നിങ്ങളടുത്ത് പറയാൻ കൊള്ളൂല മക്കളെ. അമ്മ കാര്യം പറ, എന്താ പറഞ്ഞേ? അത്രയ്ക്ക് മോശമായിട്ട് സംസാരിച്ചു. അമ്മ കാര്യം പറ, എന്താ പറഞ്ഞേ? അതെനിക്ക് പറയാൻ പറ്റൂല. അളിയ ചോദിക്കണ്ടേ? പിന്നല്ലാണ്ട് എന്താ പറഞ്ഞ പ്രശ്നം? ഇപ്പൊ ഒന്നും പറയല്ലേ നിനക്ക്? അമ്മ ഒറ്റ കിട്ടിയപ്പോഴേ പറയാൻ പറ്റുള്ളൂ നിനക്ക്. മാമനെ കിട്ടിയപ്പോ ചുമ്മാ സംസാരിക്കാന്ന് വിചാരിച്ചു. അയ്യോ പാവം അമ്മാവാ, ഉമ്മാർ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. അമ്മ ഫോൺ എടുക്കുക, ഞാൻ പോലീസിനെ വിളിക്കട്ടെ. പോലീസിനെ വിളിക്കാം. അടിക്കോ? ചെറുക്കന്മാരമ്മാവാ. അതല്ല മക്കളെ, അവന്മാരങ്ങനെ പറഞ്ഞപ്പോഴേ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഭൂമിക്കടിയിലോട്ട് താന്നു പോകുമ്പോലെ ആയിപ്പോയി. അമ്മാവ നമുക്ക് അറിഞ്ഞൂടെ അമ്മാവനെ? ഇവനെയൊക്കെ ബോധിപ്പിച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാനാണ്? എന്നാലും കൊച്ചു പിള്ളേരല്ലേ ഇങ്ങനെയൊക്കെ പറയാമോ? ശരി, നമുക്കിനി ഇവിടെ നിന്ന് ശരിയല്ല അമ്മ, നമുക്ക് പോവാം. ദിവ്യ മോളോടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? ദീപ ഞങ്ങളോട് ഉണ്ടായിരുന്നു. അതന്നെ എവിടെയാണ്? നീ അവിടുത്തെ കേരളല്ലേ പറഞ്ഞേ? നിന്റെ പുറകെന്നല്ലേ അവള് വന്നത്? എന്തോന്ന് മക്കളെ ഇങ്ങനെ പറഞ്ഞ? അമ്മ ഞങ്ങൾ നോക്കിട്ട് വരാം. എവിടെ പോയി അന്വേഷിക്കുന്നു? നീ അവിടെ നില്ല അമ്മാവിന്റെ കൂടെ. ടെൻഷൻ ആവല്ലേ. മക്കളെ ദിവ്യ എവിടെ പോയി? അറിയില്ല, അവള് അങ്ങോട്ട് പോകും. മാഡത്തിന്റെ അടുത്ത് എന്ത് പറയും? എന്ത് ചെയ്യും? നമ്മളിനി മാഡത്തിനോട് എന്തു പറയും? ഞാൻ നിർബന്ധിച്ചാണ് അവളെ വിളിച്ചോണ്ട് വന്നത്. നിന്റെ ഞാൻ പറഞ്ഞല്ലേ ഞാൻ നോക്കാൻ, നീ തിരിഞ്ഞ നോക്കാതെന്ത്? എന്റെ കൂടെ ഒരാളെ അമ്മാവ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താല? കംപ്ലൈന്റ് ചെയ്യാം. എന്തെങ്കിലും പറ. അമ്മ എടുത്തൊക്കെ ഞാൻ എന്ത് പറയും? എന്തെല്ലാരും കൂടെ ഞങ്ങൾ ഇരിക്കുന്നത്? കുളിക്കാനൊന്നും ഇറങ്ങുന്നില്ലേ? അതാ കുളിച്ച് കഴിഞ്ഞാ? അല്ല ചേട്ടാ, ഞങ്ങളുടെ കൂടെ ഒരു കൊച്ചു മിസ്സായി. എവിടെയാണ് കുളിക്കാൻ പോയത്? അങ്ങ് അറ്റത്ത് അവിടെ. നിങ്ങളടുത്ത് ആര് പറഞ്ഞ അവിടെയൊക്കെ പോയി? അവിടെയൊക്കെ അടിയൊഴുക്കുള്ള സ്ഥലമല്ലേ? ഇനിയിപ്പൊ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. മൂന്നിൻ്റെ ഒന്ന് കരമനാറ്റി നോക്കിയാണ്ടാ മതി. ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ തിരക്കുള്ള ആൾക്കാരെ ഒന്ന് സെറ്റ് ചെയ്യാം. നിങ്ങൾ അറിയിക്കാനുള്ളവരടുത്തൊക്കെ അറിയിച്ചോ. ഞാൻ ബാക്കിയുള്ള കാര്യം ഞാൻ ബാക്കി നോക്കാം. അങ്ങനെ നോക്കിയിട്ട് ഞാൻ വരാം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരൊക്കെ വന്നിട്ട് പോയാൽ മതി. അപ്പൊ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഇളക്കമായിരുന്നു എല്ലാത്തിനും. ഇപ്പൊ സമാധാനായില്ലേ? അമ്മാവനെ കൂടെ അതിനകത്ത് വലിച്ചു. ചുമ്മാ ഇരിക്കും. ഒത്തിരി കഴിഞ്ഞ കാര്യത്തിനെ പറ്റി പറ, ഇനിയുള്ള കാര്യത്തിനെ പറ്റി പറ. ഇവിടെ ഒരാൾ കാണാനില്ല, അപ്പോഴാണ് ഞാൻ കാരണമല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായത്. എനിക്കെല്ലാരും വാശി ട്രിപ്പിന് പോണോന്ന്. ഇനി ഞാൻ എന്ത് ചെയ്തിട്ട് എല്ലാരും എന്തോ പറയട്ടെ ഞാൻ അവളുടെ വീട്ടുകാരോട്? അളിയ നീ മാത്രമല്ല, ഞാനും പറഞ്ഞില്ലേ ഞാൻ വരണമെന്ന്. നിന്നെ മാത്രത്തിനാ നീ പറയണേ? നീ കാര്യം ചമ്മാനൊന്ന് വിളി, എന്തായാലും ചോദിക്കും. എന്റെ മാതാവ് ഞാൻ വല്ല മെഴുതിന് കത്തിച്ചേരാ അവളുടെ
എന്നാ കൊണ്ട് വിളിച്ചോ വിളിക്കണയാ എനിക്ക് വയ്യ, ഞാൻ എന്തോ ചോദിക്കണ്ട അമ്മാവന്റെ അടുത്ത്. അറിയല്ലേ അവളെ കിട്ടും. കിട്ടണുണ്ടോ? ഇല്ല അളിയ എടുക്കണില്ല. അളി ഫോൺ എടുക്കുന്നില്ല അളിയ. നീ വല്ല പോലീസ് സ്റ്റേഷനിലും വല്ല പോയി പരാതി പറയാൻ പോയിട്ടുണ്ടോ എന്തോ? പാവം ആകെ ടെൻഷൻ അടിച്ചിരിക്കോ. അളിയ അവിടെ അവളെ അമ്മ വിളിക്കുന്നു. എടുക്ക്. ഞാൻ എടുക്കൂല ഫോണ്. എടി അവളെ വിളിച്ചിട്ട് കിട്ടാത്തോണ്ടായിരിക്കില്ല ഇതിൽ വിളിക്കുന്നത്. എന്തോ വിളിച്ചിട്ട് പറയണ്ടേ? ഒന്നും പറയാതെ എടുത്തില്ല, അവര് ടെൻഷൻ ആവടി. എന്താ പറയുന്നത്? നീ എടുത്തിട്ട് പറ അവളെ കാണാനില്ലെന്ന്. എന്തേലും വിളിക്കാനുള്ള ഫോൺ കിട്ടാത്തോണ്ടാണ്. എന്തോ പറഞ്ഞിട്ട് മറുപടി ഫോൺ എടുത്തിട്ട് നീ പറയണേ, എനിക്ക് പറ്റൂല. എന്നാ ഞാൻ എന്താ വിളിച്ചു നിങ്ങളുടെ ഫോണിൽ സത്യം വിളിച്ചു പറയോ? നീ പറ പിന്നെ. എടി അമ്മ അവളത്തെ വിളിച്ചോകെ കിട്ടിയത് എത്ര നേരമായി. ചോകട്ട് ചുമ്മാ ഇത്തിരി. അവിടെ നില്ലേ ശരിയാണ്. തൂക്കൊണ്ടുവാ വാ വാ. എല്ലാരും കൂടെ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? കൊള്ളാലോ കളി. എടി മാറിയാണ് ഇങ്ങോട്ട്. മാറിങ്ങോട്ട് എടീറ്റ്. അളിങ്ങ വന്ന്. എടി നീ ഇത്ര നേരം എവിടെ പോയിരുന്നു? എന്നെ വിട്ട് എവിടെ പോയതാടേ? ഞങ്ങൾ അവിടെ പോവാൻ നീ എന്നെ പോയത്. അല്ല, നിങ്ങൾ എന്നെ വിട്ട് പോലെ ഞാൻ വെള്ളത്തിൽ മുങ്ങി ചത്തേനെ. കൈ കണക്കുണ്ടോ? എന്താ ഒന്നുമില്ല. വീട്ടിൽ എന്തുമാത്രം വിളിച്ചെന്നറിയോ? ഫോൺ കയ്യിലില്ലായിരുന്നു. അത് ഞങ്ങൾക്ക് അവിടെ ഫോണില്ലെന്നുള്ള കാര്യം. നീ എവിടെയാ? ഞങ്ങൾ എന്തുമാത്രം വിളിച്ച് അവിടെ കിടന്ന്? കള്ളുഷാപ്പില്. കള്ളുടിക്കാൻ പോയതാ. അമ്മാവ എന്തോ കാര്യം പറ. അവള് പറയണ ശരി തന്നെ മക്കളെ. എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ മോളും 2 മാവന്മാരും കൂടെ ചേർന്നുകൊണ്ട് കള്ളു കുടിച്ചോണ്ടിരിക്കണെന്ന്. ഞാൻ പോയി നോക്കിയപ്പോഴേ അടിച്ച് പിറ്റാറ്റ് അവിടെ ഇരിക്കുന്നു. നീ എങ്ങനെ കള്ളു ഷാപ്പിലെത്തിയത്? അത് പിന്നെ നിങ്ങൾ അമ്മാവൻ അന്വേഷിച്ച് പോയപ്പോ ഞാൻ വെള്ളത്തിൽ വീണിട്ട് ഒഴുകിപ്പോയി ദൂരെ. അപ്പൊ എനിക്കൊരു വള്ളിക്കഷ്ണം കിട്ടി. ഞാൻ ഈ തൂങ്ങിക്കിടന്നടേ. എന്നിട്ട് 2 അമ്മാവന്മാർ എന്നെ കണ്ടപ്പോ എന്നെ പിടിച്ച് കരയേറ്റി എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോ അടുത്തുള്ള കള്ളുഷാപ്പിൽ പോയി 2 കുപ്പി കള്ളും കുടിച്ചു. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇവിടെ നമ്മളിവിടെ കരഞ്ഞ് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ നീ അവിടെ കൊള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളെ ആലോചിച്ച കള്ളു കുടിച്ച നിങ്ങളെ കാണുന്നില്ലല്ലോ. ഞങ്ങൾ എത്ര നേരം അവിടെ നേരത്ത് വിളിച്ചതറിയാം. അപ്പോഴും നീ കേട്ടില്ല ഞങ്ങൾ വിളിക്കുന്നത്. ഒഴുകിപ്പോയല്ലേ, കേൾക്കാൻ പറ്റില്ല.